എനിക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അന്ന് വസൂരി ബാധിച്ചാൽ മരണമാണ്. രോഗബാധിതയായ അമ്മയെ ദൂരെ നിന്ന് നോക്കി കണ്ണീർ വാർക്കാനേ കുട്ടിയായി എനിക്ക് കഴിഞ്ഞുള്ളൂ. 11 വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചു. അച്ഛൻ മരിച്ചതോടെ 7ാം ക്ലാസ്സിൽ പഠനം നിലച്ചു. ജ്യേഷ്ഠന്റെ തയ്യൽ കടയിൽ സഹായിയായി. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ രാഷ്ട്രീയ കേരളത്തിന്റെ ഊടും പാവും നെയ്ത് കാലത്തോളം വളർന്നത് അനുഭവ തീക്ഷ്ണതയുടെ ഈ വേരുകളിൽ നിന്നാണ്. നിസ്വരെയും നിരാരംഭരെയും ചേർത്ത് പിടിക്കുമ്പോൾ സമാനതകളില്ലാത്തൊരു തണൽ വൃക്ഷമായി നിലകൊണ്ടതും മനുഷ്യസ്നേഹത്തിന്റെ പ്രത്യാശാസ്ത്രത്താലാണ് അയാൾ രൂപപ്പെട്ടത് എന്നതുകൊണ്ടാണ്. കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള നിരന്തര ശ്രമമാണ് ഇടവേളകളില്ലാത്ത ആ സമര ജീവിതം. കേരളം എന്തായിരിക്കണമെന്നും അതിന് എന്തെല്ലാം ചെയ്യണമെന്നും സുവ്യക്തമായ ധാരണയുള്ള രാഷ്ട്രീയ പോരാളി. വിപ്ലവാത്മകവും സൃഷ്ടിന്മുഖവുമാണ് VS എന്ന രാഷ്ട്രീയ ചരിത്രരേഖ. 1923 ഒക്ടോബർ 20 വെന്തലത്തറ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം. 1933 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ VS 1940 17ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 1943 കോഴിക്കോട് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നപ്ര വയലാർ സമര സജ്ജീകരണങ്ങളിൽ പങ്കെടുത്തു. ഒടുവിൽ കഴിയവേ പൂഞ്ഞാർ പോലീസ് അറസ്റ്റ് ചെയ്തു. 1948 ജയിൽ മോചിതനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതിനാൽ 1952 വരെ ഒളിവിൽ കഴിഞ്ഞു. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി. 1954 VS പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി. 1959 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി. 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPIM രൂപീകരണത്തിൽ പങ്കാളിയായി. തുടർന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. 1986 പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായി. 1996 മുതൽ 2005 വരെ ദേശാഭിമാനി ചീഫ് എഡിറ്ററുമായി. 2006 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയെ പതിറ്റാണ്ടുകൾ നിർണയിച്ച ആ മഹാപോരാളി 2025 ജൂലൈ 21 നിത്യവിശ്രമം കൊണ്ടു. കേരളത്തിന്റെ നീതിബോധത്തിന്റെ പ്രതിബിംബമായി, സമരകാലത്തിന്റെ വഴിവിളക്കായി, സമരകേരളത്തിന്റെ അമരസൂര്യൻ കാലത്തിന്റെ ചക്രവാളങ്ങളെ ചുവപ്പണിയിച്ച് അനശ്വരതയിലേക്ക് മറഞ്ഞു. അവസാനിക്കാത്ത പോരാട്ടത്തിന്റെ എക്കാലവും മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യം ഒരു ജനതയെ ഏൽപ്പിച്ചുകൊണ്ട്.